മൂത്രം വലിഞ്ഞു പോണേ മൂത്രം അതിൻ്റെ അടിയിലേക്ക് വലിഞ്ഞു പോകണം. ലാസ്റ്റ് മണ്ണിടാൻ പറയുന്നത്. ഇവര് നമ്മളിപ്പോൾ അധികം ഫാമുകളിൽ വിസിറ്റ് ചെയ്തപ്പോൾ എല്ലാവരും തറ അടിച്ചമർത്തിയിരുന്നു. അപ്പോൾ ഈ മൂത്രമൊക്കെ ഇങ്ങനെ അവിടെ കെട്ടി പഠിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത് അതിങ്ങനെ നമ്മൾ ഇറക്കിയിട്ട് മൂത്രം വലിഞ്ഞു പോണേ മൂത്രം അതിൻ്റെ അടിയിലേക്ക് വലിഞ്ഞു പോകണം. ലാസ്റ്റ് മണ്ണിടാൻ പറയുന്നത്. ഇവര് നമ്മളിപ്പോൾ അധികം ഫാമുകളിൽ വിസിറ്റ് ചെയ്തപ്പോൾ എല്ലാവരും തറ അടിച്ചമർത്തിയിരുന്നു. അപ്പോൾ ഈ മൂത്രമൊക്കെ ഇങ്ങനെ അവിടെ കെട്ടി പഠിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത് അതിങ്ങനെ നമ്മൾ ഇറക്കിയിട്ട് അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരിനെ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി ഒന്ന് മുണ്ടമ്പറയല്ല മറ്റേ പുതിയ മുഹമ്മദ് നിങ്ങളടുത്താണ് നിങ്ങള് ഇത് ചെയ്താല് കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പുറത്ത് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒപ്പിടേണ്ട ആവശ്യമില്ല. ഇതിൽ ഒപ്പിട്ടതിന്റെ ശേഷം ഞങ്ങൾ നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് രാവും പകലും പഠിപ്പിച്ചാൽ നിങ്ങളുടെ ട്രാക്കിലേക്ക് പിന്നെ അത്ര ഉണ്ടാവില്ലല്ലോ. ചൂട് വരുന്നില്ലേ? നല്ല ചൂടാണ്. പെൺമാലിന്റെ വീട്ടില് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. പിന്നെ ആര്യവേപ്പിന്റെ എല്ലാം ഫസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് ഏകദേശം ഇത് വാപ്പയും മോനും കൂടെ വന്നിട്ട് അവസാനം രണ്ടുപേരും കൂടെ നോക്കൂല. അപ്പൊ ഒന്നുകൂടെ പഠിച്ചു തരാൻ കുറെ ആൾക്കാർ കൊടുക്കുന്നു. അവിടെയും കുറെ ആൾക്ക് കൊടുക്കും കൊണ്ടുവന്നിട്ട് കൊടുക്കാം. ശ്രീകുമാർ പിന്നെ ആണുങ്ങളുടെ കൂടിന് മരച്ചോട്ട കുറുക് ആണെങ്കിൽ 28 മുതൽ 32 ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കി 4 ഇഞ്ച് ഹൈറ്റ് 1.5 അടി നീളം 1.5 അടി വീതി. അടിയിൽ നമ്മൾ അടുപ്പുള്ള റൂമിൽ നിന്ന് എത്ര അടി വീടിച്ചിട്ടാണ് കൂട് വെക്കാൻ? 2 അടി വീടിച്ച്. ഷെഡ് എന്തുകൊണ്ട് കിട്ടുക? ഷെഡ് ഓല ഇട്ടിട്ട് അടിയിൽ ഓലയിട്ട് ലെവലാക്കിയിട്ട് ഓലയും കിട്ടും. എന്തായിരിക്കണം? നിലം മണ്ണ് ചുറ്റുഭാഗം അതിലെന്തായിരിക്കണം? 2 അടി ഉയരത്തിൽ സിമെന്റിന്റെ ഫാമിന്റെ വലിയ ഭാഗം എങ്ങനെ കാറ്റിൽ കയറാൻ? കാറ്റ് നീളം കൂടുതലായിരിക്കും. കാറ്റ് കടന്നു പോകാനുള്ള ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് ഷെഡ് കെട്ടണം. ഷെഡ് കെട്ടിയതിന് ശേഷം ഷെഡിന്റെ ഫോട്ടോ അയച്ചു തരണം. ഭാര്യ കൂടി കടന്നു പോകണം. ആ രീതിയിലാണ് ഷെഡ്. അത് എന്തിനാണ് കൂടുതൽ പ്രത്യുത്പാദനം ഉണ്ടാവാനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഇവിടെ ഹൈറ്റ് കൂടുതലാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഞങ്ങൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഉത്പാദനം നടക്കും. പിന്നെ എത്ര കണ്ടിട്ട് ഹൈറ്റ് കൂടുന്ന അത്രയും കണ്ടിട്ട് ഫാമിന്റെ അകത്ത് തണുപ്പായിരിക്കും. നോട്ടീസ് എടുത്തോളൂ. ഞായറാഴ്ച സുനൂസ് SUNOOS. ഇവിടെ ആദവനാട് ഇവിടെ അടുത്തല്ലേ 6-7 കിലോമീറ്ററല്ലേ ഉള്ളൂ. പഠിച്ചിട്ട് പോയി ഒന്നുകൂടെ പഠിച്ചിട്ട് പോയി. കുറച്ച് നേരത്തെ ചോദിക്കണം എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ഒരു യൂണിറ്റ് ചെയ്യാനാ അല്ലേ? ഒരു യൂണിറ്റിന് 10,000 വെച്ചിട്ടാണ് ബുക്കിംഗ്. ഉത്തരം തെറ്റിയാൽ നിങ്ങളെ പൈസ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോവാം. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി വാങ്ങിച്ചോളേ. സമ്മതമല്ലേ? മാറ്റി പറയരുത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട് തെളിവിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞില്ലാന്ന് പറയുന്നത്.
ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ ഇന്ധനം അടിച്ച് ഓരോരുത്തരുടെ ഫാം വന്ന് നോക്കുന്ന എന്തിനാണ്? ഞങ്ങൾ കുറെ ആൾക്കാർ തിരിച്ചയച്ചിട്ടുണ്ട്. ഒന്നുകൂടി പഠിക്കുക നന്നായിട്ട്. അത് കൊണ്ടേ കളയരുത്, നല്ലപോലെ പഠിക്കുക. വേറെന്ത് ചോദിച്ചാൽ ചോദിക്കണ്ട. എത്ര അടി ഞാൻ മോൻ്റെ കുട്ടിന് എന്തായിട്ട് കൊടുക്കാം? ഗ്ലൂക്കോസെല്ലാം കൊടുക്കും. പിന്നെ തീറ്റ നമ്മളെപ്പോഴും കൂട്ടിൽ വേണം, വെള്ളം വേണം. പിന്നെ ഒരു ഇല ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്തേലും ഇട്ട് കൊടുക്കാൻ പറയുന്നു? അതല്ല, അത് കൂടാതെ ഒരു ഇല പറഞ്ഞു. പ്രസവം കഴിഞ്ഞ ഉടനെ ഇട്ട് കൊടുക്കാൻ. ആര്യവേപ്പിൻ്റെ അല്ല മാറ്റിയിരുന്നോ? നിങ്ങൾ നല്ലപോലെ ചെയ്യണം. നിങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ടാലേ നിങ്ങൾക്ക് കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കും. നിലെന്തായിരിക്കണം? മണ്ണ്. എവിടെ ചെയ്യണം? വീട്ടിന് മേലെ താഴെ സൈഡിൽ ചുമരത്തിൽ ഹൈറ്റ് വേണോ? എത്ര അടി? 2 അടിയാണ്. 2 കല്ല് വെച്ച് പണിതിട്ട് 2 അടി വെച്ചാലേ ഈ കൂട് നിൽക്കുമ്പോൾ പുറത്തുനിന്നുള്ള കാറ്റ് അടിച്ച് മോയലിന്റെ ചെവിന്റെ മേലെ കൂടെ അടിച്ചിട്ട് അപ്പുറത്ത് കൂടെ ഒഴുകി പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ 2 അടി പറയുന്നത്. പഠിച്ചു വന്നിട്ട് ചെയ്താൽ പോലെ. പഠിക്കോ? കൊണ്ടേറ്റ് ഒന്നും കൂടി നന്നായി പഠിക്കൂലേ? നിങ്ങളെവിടെ സ്ഥലം? ആദ്യമാണ് ഇവിടെ. ഇത് ഇനി പഠിച്ച എക്സാം എഴുതി തന്നെയാണ്. മോനെ എത്ര വയസ്സായി? 20. എൻ്റെ മോൻ്റെ പ്രായമാണ്. എൻ്റെ മകനാണ്. എൻ്റെ മോൻ്റെ പ്രായമാണ്. ഈ വാപ്പ ഗൾഫ് 32 ആവാം. ചിലപ്പോ ഇങ്ങനെ നീണ്ട് പോയി നാട്ടിലൊക്കെ ഹലോ മുറുകല് പോലത്തെ ശബ്ദം ഉണ്ടാവും. മുയലിന്റെ എണ്ണ ചേർക്കാൻ എടുത്താൽ എണ്ണ ചേർക്കുന്നത് ഒരു പെണ്ണുണ്ടെങ്കിൽ കുപ്പിലിട്ട് 12 മണി വരെ ഞങ്ങൾ ഉണ്ടാവും. 12 ആകാൻ വേണ്ടി മാത്രം ബുക്ക് കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അവസാനം വരെ, നിങ്ങൾ എത്ര കാലം വരെ ഈ മോയിൽ കൃഷി ചെയ്യേണ്ട അത്രയും കാലം നിങ്ങൾ അത് റെഫർ ചെയ്ത് കളയാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് എന്നും ഉള്ള ഒരു സംഭവമാണ്. ടെമ്പറേച്ചർ 25 ഓക്കെ, പ്രശ്നമില്ല. കാരണം 30ന്റെ താഴെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 30ന്റെ താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ ഈ 30 പറയുന്നതിന് 25 പറഞ്ഞത് 40 പറയുകയാണെങ്കിൽ എന്നെ അവിടുന്ന് കുറച്ച് പുറത്തൊക്കെ വരുന്നത്. 30ന്റെ താഴെ ഓക്കെ, 25 വരെ ആവാം. പക്ഷെ കേരളത്തിൽ 25 കിട്ടൂല. 30ന്റെ മേലൊക്കെ പോകരുത്. നെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അവർക്കറിയാം 30 ബുക്ക് മറിച്ച് നോക്കാതെ അവർ പറയുന്നത് 30 ഡിഗ്രി. നിങ്ങൾ ബുക്ക് കൊണ്ടുപോയി ഒരാഴ്ച 2 ആഴ്ച പഠിച്ചു വന്ന ആൾക്കാരാണിത്. ഈ റംസാൻ മാസത്തിൽ മുസായിഫ് എടുക്കും, 1 മാസം മുഴുവനായിട്ട് ഓതും. റംസാൻ മാസം കഴിഞ്ഞ് പെരുന്നാൾ ആ ബുക്ക് തന്ന് പഠിക്കാൻ എത്ര വേണം ടെമ്പറേച്ചർ? നിങ്ങളെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ചിക്കണോ ഇല്ലേ, നിങ്ങൾക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെമ്പറേച്ചർ എത്ര വേണം ഫാമിനുള്ളത്? പേടിക്കണ്ട, സമാധാനമായിട്ട് പറഞ്ഞോളൂ. ഞാൻ കൊല്ലൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം. ഇതിപ്പോൾ യൂട്യൂബിനകത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഫ്ലെക്സ് വെച്ചിട്ട് അത് ചെയ്തിട്ടൊക്കെ മോയിൽഫാമിൽ ഷെഡ് കെട്ടുന്നുണ്ട്. പക്ഷെ അവർ കാശ് ലാഭം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ മോയിലിനെ കണ്ടാൽ അറിയാം മോയിലിനെ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ മോയില് പ്രസവിക്കും കുറച്ചൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവും. നമ്മളൊരു വ്യാപാര അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഈ ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ചിട്ട് തന്നെ ചെയ്യും. ഇത്രയും ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പം നമുക്ക് കൂടുതൽ പ്രത്യുത്പാദനം കൂടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോ ബുക്കും സീഡിയും കൊണ്ടേ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 2 അടി ഹൈറ്റ് സൈഡ് വോൾ കെട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, അത് വെച്ചിട്ട് നിങ്ങൾ ഈ അതേപോലെ ചെയ്യണ്ട. ഫാമിൻ്റെ അകത്ത് സ്മെല്ല് ഉണ്ടാവാൻ പാടില്ല. മുകളിൽ ചെയ്യുമ്പം ഒരുപാട് സ്മെല്ല് വരും, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടും. ഡെയിലി മുകളിലേക്ക് കയറുക ഇറങ്ങാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് സുരേഷ് മേനോൻ. ഒരു പൊട്ടി സ്മെല്ല് ഇല്ലാതെ. EM ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്ത ഫാമിൽ.
അതിന് ശേഷം ഇപ്പോൾ ഇഎം ചെയ്യുന്നുണ്ട്. കാരണം കുറേ കുഞ്ഞുങ്ങളായപ്പോൾ ഇഎം ചെയ്യാതെ വയ്യ. കാരണം കുറച്ച് റിസ്ക് കുറേ ഉണ്ടോ. അവനൊറ്റക്കാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അവന് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. വേറൊരു ഒന്നും ചെയ്യണില്ല. ഈ ഒരു ഫാമിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ അംസക്കാനൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവന് ഞങ്ങളപ്പോൾ 2 ഫാം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന 2 ഫാം, ഒന്ന് അംസക്കാനും ഒന്ന് സുരേഷിനും. ബാക്കി എല്ലാവർക്കും കാരണം നമ്മൾ ചെയ്യുന്ന എന്ത് പ്രൊഫഷൻ ആയാലും നമുക്കൊരു ഡെഡിക്കേഷൻ വേണം അതിനോട്. അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും മോൽകൃഷി ചെയ്യണം കണ്ടിട്ട് പിറ്റേ ദിവസം ഇറങ്ങി പിടിച്ച് ചാടി കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടുവരുന്നത് നമുക്കത് കുറെ കാലം ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈ ആടും പശുവും ഒന്നും പ്രസവിക്കുന്നത് പോലെയല്ല മോല്. ഒരു പ്രസവത്തിൽ 8, 10, 13 കുട്ടികളുണ്ടാവും. ഒരു യൂണിറ്റ് മോലിന് ചെയ്യുമ്പോൾ 2-3 കൂടെ എക്സ്ട്രാ നമ്മൾ കാണാനുള്ള സൗകര്യം വേണം. ഒരു 2 യൂണിറ്റ് മോലിനെ കൊണ്ടുപോയാൽ അതിനുള്ള കുട്ടികളുണ്ടാകാനുള്ള സൗകര്യം വേണം. അത് വേണം. ഈ പുല്ല് താഴ്ച വീടും വെക്കാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അവിടെ കൊണ്ടുപോയിട്ടാവും ഈ മോലിനെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. പിന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഷെഡ് കൊടുക്കണം. അത് എക്സ്പെൻസ് അല്ലേ. നിങ്ങളിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് യൂട്യൂബിൽ പല ചാനലും പോയി പലതും കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഇല്ലേ? പലരും പലതും പറയുന്നുണ്ടാവും. അപ്പം ആ അറിവുകൾ കംപ്ലീറ്റ് പുറത്ത്